ഹായ്, ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയും പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയ ഗാങ്ടോക്കിൽ കുറച്ച് കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗാങ്ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേസായ MG മാർഗിലാണ്. നിങ്ങൾ ഗാങ്ടോക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. നൈറ്റ് വരാനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇവിടെ എത്തിയാൽ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് എത്തിയൊരു ഫീൽ തന്നെയാണ്. ഷോപ്പിങ്ങിനും വെറൈറ്റി ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാനും പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിവിടെ എല്ലാ ഷോപ്സിലും കാണുന്ന മിഠായിയാണ് കേട്ടോ. ഇത് ലോലിപോപ്പാണ്. ഇതെന്ന് പറയുന്നത് ചുർപ്പി കാര എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ചീസ് വെച്ച് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഹാർഡാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തി എനിക്ക് വീട്ടിലേക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്യണം. കുഞ്ഞു കുഞ്ഞു സാധനം, ചിലപ്പോൾ കീ ചെയിൻ ആവാം, ഇങ്ങനെ മാഗ്നറ്റ് ആവാം, എന്തെങ്കിലും കുഞ്ഞു നമുക്ക് ഓർക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം, വിലപിടിപ്പുള്ളതൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറ്റുമെങ്കിൽ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഈ ഓരോ സാധനങ്ങളിങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ യാത്ര ചെയ്ത കുറേ കാര്യങ്ങൾ, മെമ്മറീസൊക്കെ എല്ലാം നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങളിങ്ങനെ യാത്ര പോകുന്നെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു സാധനം, കീ ചെയിൻ മതി, ചിലപ്പോൾ 10 രൂപ 20 രൂപ അങ്ങനത്തെയൊക്കെ ആയിരിക്കാം. നമുക്കൊരു ഓർമ്മയാണത്, ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ ബുദ്ധന്മാരുണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ. പക്ഷെ വാങ്ങിച്ചാൽ ഇനി യാത്രകളുണ്ട്. ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് വാങ്ങിക്കാണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് അത്യാവശ്യം സാധനങ്ങളെല്ലാം അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡൊക്കെയാണ് അടിപൊളി റോഡാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരു ചപ്പോ ചവറോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറി. ദ കേഫ് ലാസയിലാണ് കയറിയത്. ജ്യൂസ് ഒരു ചെറിയ സ്നാക്സും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിംറ്റോ എന്ന് പറഞ്ഞൊരു നേപ്പാളീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. 1-2 ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. ഈ കഴിക്കുന്ന അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ടിഗ്മോ എന്ന് പറഞ്ഞൊരു അവരൊരു സ്റ്റീം ചെയ്ത ഒരു ബ്രെഡും ഒരു കറിയും കൂടെ ആയിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചു. പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തന്നെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ മുകളിലോട്ട് പോയി, ഹോട്ടലിൻ്റെ മുകളിൽ പോയി. അപ്പോൾ കണ്ട അടിപൊളി കാഴ്ചയാണ്. ഇതാണ് കാഞ്ചൻജംഗ. ടെറസിൻ്റെ മേൽ കയറി സൂപ്പറായിട്ട് കാണാം. ഞങ്ങൾ റെഡി ആയിട്ട് ഇന്ന് ആദ്യം ഞങ്ങൾ പോകുന്നത് റൂംടെക് മൊണാസ്ട്രി ആണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ഹൈ റേഞ്ചൊക്കെ കയറിയാണ് പോകുന്നത്. MG മാർഗിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. एक बंदा का 200 करके जैसे 4 बंदा इसमें डाल दिया 800 रुपये लेता है बाहर से, ऑनलाइन से पास निकाल देता है हम लोग का। ये गाड़ी का डिटेल देना पड़ेगा आप लोग का, एक आधार कार्ड या तो वोटर ID, एक कॉपी फोटो फटक से ऑनलाइन से निकाल देता है बंदा, प्रिंट आउट कर देता है ऐसा। वो पुलिस डिपार्टमेंट और टूरिज्म डिपार्टमेंट जाके वो साइन करके भी लेके देता है हमको। वही उसका काम है 200 रुपये लेने से। जैसे भूटान जाएगा क्या जी? नहीं, ये भूटान से आया घूमने के लिए, ये भूटान का गाड़ी है। इनके परमिट वगैरह नहीं चाहिए? ये सब परमिट काट के आते, पास बना के आते। वो जयगांव माने वो आपका बिनागुड़ से आते हैं। जयगांव वही मेन बॉर्डर है, वही है भूटान जाने का जयगांव जी। हमारे बिनागुड़ से 15-20 किलोमीटर जी। हाँ, ये आया है घूमने के लिए, ये बस लेके आए हैं। का लोग भी सही बोला, सिक्किम का लोग भी सब सारे ही घूमने के लिए जाते हैं बाहर। अभी सिक्किम वाले तो हम केरला में भी आता है जाता है 2 महीने जो इशू का छुट्टी होता है ना, सारा जाते हैं और काम करने के लिए भी बहुत है वहाँ पे लोग, बहुत नेपाली लोग बहुत होगा वो काम करने वाला। सिक्किम का पढ़ा लिखा भाई बहनी कोलकाता दिल्ली केरला. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞും കേട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഞാൻ ചില്ലി മോമോസും ഫ്രഞ്ച് ഫ്രൈസും ഏട്ടൻ ആലു പൊറാട്ടയും പറഞ്ഞു. ചില്ലി മോമോസ് അടിപൊളി സൂപ്പറായിരുന്നു. ഇത്രയും നാൾ കഴിച്ച മോമോസിൽ സൂപ്പർ മോമോസായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, നമ്മളെ നാട്ടിലെ അച്ചപ്പം, ഇവിടെയുണ്ട് അച്ചപ്പം.
അങ്ങനെ ഞങ്ങൾ എൻട്രി ചെയ്യണം, ID കാർഡ് എൻട്രി ഒക്കെ ചെയ്തിട്ട് വീണ്ടും വണ്ടിക്കകത്ത് കുറച്ചൊന്ന് പോകണം മുകളിലോട്ട്. നടന്നാണ് പോകുന്നത്. പിന്നെ നമ്മൾ പെർമിഷൻ ചോദിച്ച് വണ്ടിക്കകത്തോട്ട് പോയി. ഇതാണ് റൂം ടെക് മൊണാസ്ട്രി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ മൊണാസ്ട്രിയിൽ വരുന്നത്. ഇതവർ ബുദ്ധിസ്റ്റ് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. इधर सब छोटा बच्चा यही है। ओके बड़ा कोई है नहीं है, मतलब इससे छोटा कोई भी नहीं है यहाँ पर। इसका बस कितना पड़ता है? इसके बाद क्या करते हैं आप लोग? ऊपर पैसा पड़ता है। कहाँ पड़ता है? ऊपर ऊपर क्या मतलब? पैसा 3 किलो वाला पैसा। अच्छा ओके राइट। थैंक यू। ഇതിനുള്ളിലോട്ടുള്ള വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല, ഫോൺ യൂസ് ചെയ്തൂടെ. ഇതെന്ന് പറയുന്നത് ഇവരുടെ വിശ്വാസമാണ്. ഈ റൗണ്ടിൽ നിന്ന് ഒരു നാണയം ഇതിൻ്റെ മുകളിൽ കറക്റ്റ് പോയി നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. കുറേ പരിശ്രമത്തിന് ശേഷം എറിഞ്ഞു, വീണു. അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. മൊണാസ്ട്രിക്ക് അടുത്ത് തന്നെ അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് നളന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത് പേര്. പിന്നെ മൊണാസ്ട്രി 6 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയാണ് ഓപ്പൺ ചെയ്യുന്നത്. എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് 10 രൂപയാണ്. ഫ്രണ്ട് ഗേറ്റിലൊരു ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മൊണാസ്ട്രിയിലോട്ട് കയറുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു, തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇതാണ് പ്രയർ വീല്. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകണം. ഇത് നമ്മൾ നേരത്തെ കാറ് കയറിപ്പോയ റോഡാണ്. തിരിച്ച് നമ്മൾ നടന്നാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് രംഗ മൊണാസ്ട്രിയിലാണ്. അവിടെ ഇതിനൊരു 100 രൂപ കൊടുത്ത് അവിടുത്തെ ഡ്രസ്സൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 3 പേരും ആ ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ടാണ് ഈ മൊണാസ്ട്രിയിലോട്ട് പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അവിടുത്തെ അവരെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് രംഗ മൊണാസ്ട്രി. ഇവിടെ മൊണാസ്ട്രിക്കകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇവിടെയും ഇത് കണക്ക് തന്നെ പ്രയർ വീലുണ്ട് ശരിക്കും പോകുന്ന തിരിച്ചിറങ്ങുന്ന വഴിക്ക്. അതെല്ലാം ഇങ്ങനെ കറക്കിയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് വെഞ്ചാങ്കിരി വാട്ടർഫാൾസിലോട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പിന്നെ മാൻമെയ്ഡ് ലേക്കും ബോട്ടിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ കയറാനൊരു ഒരാൾക്ക് 100 രൂപയാണ്, കിഡ്സിന് 50 രൂപയാണ്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ നേരത്തെ വരാൻ ശ്രമിക്കുക. നമ്മൾ റൂമിൽ നിന്ന് നേരത്തെ ഒരു 6:30-7 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരു ദിവസം ഇത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1-2 സ്ഥലം മാത്രം നേരത്തെ ഇറങ്ങിയാൽ നമുക്കൊരു 4-5 ഏരിയ ഒരു ഡേ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാര്യം 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടി തുടങ്ങും. പിന്നെ ഇരുട്ടാകുമ്പം ഇങ്ങനെയുള്ള വാട്ടർഫാൾസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം സമയം 4:30 ആയതേ ഉള്ളായിരുന്നു. 4:30 ആയപ്പോഴേ ഇത്രയും ഇരുട്ടായി. പിന്നെ മോളെയും കൊണ്ട് അവൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കളിക്കാനും ടൈം കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളത്. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു മ്യൂസിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. നല്ല രസമാണ്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് നേരെ വന്നത് മെഹഫിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിട്ടാണ്. സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് ഒരു 3-4 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അടിപൊളി വൈബായിരുന്നു. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെഹഫിൽ MG മാർഗിൻ്റെ അടുത്താണ്, വിസിറ്റ് ചെയ്യുക. ഫുഡും അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഇന്നലെ കഴിച്ച ഫുഡിനെക്കാളും അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിറയെ തെറ്റുകൾ കാണും, വോയിസ് ചിലപ്പോൾ ശരിയാവത്തില്ല, ക്ഷമിക്കുക. ഫസ്റ്റ് ടൈമാണ്. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ശരിയാക്കിക്കോളാം. സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.